ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വൻ തിരിച്ചടി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിലും ജാമ്യം ലഭിച്ച തന്ത്രി കണ്ഠരര് രാജീവര് ജയിൽ മോചിതനായി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്വർണ്ണക്കൊള്ളയുമായും തന്ത്രിക്കുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ജാമ്യം നൽകിയ കൊല്ലം വിജിലൻസ് കോടതി വിലയിരുത്തി. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരും ജയിൽ മോചിതനായി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിയാണ് കൊല്ലം വിജിലൻസ് കോടതി ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 41ാം ദിവസമാണ് തന്ത്രി ജയിലിന് പുറത്തിറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കോടതി അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടുപോകരുത്, പാസ്പോർട്ട് കെട്ടിവെക്കണം, ചൊവ്വ ശനി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ 5 പേർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴക്കും. ഈ കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് സാങ്കേതികമായിട്ട് കുറച്ച് പ്രതികൾക്ക് ജാമ്യം കിട്ടി, മറ്റ് പ്രതികൾക്ക് അന്വേഷണത്തിലെ പോരായ്മകൾ കൊണ്ട് ജാമ്യം കിട്ടുന്നു. ഭരണ നേതൃത്വം പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി എ പത്മകുമാറും കോടതിയെ സമീപിച്ചു. നാളെ വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കും. KP ശങ്കരദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യഹർജിയും ഈ ആഴ്ച കോടതിക്ക് മുന്നിലെത്തും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷിനെ ED വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തേക്കും. 24 കൊല്ലം, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.